നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 20ാം ഭാഗത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ ചരിത്ര വഴികളിലൂടെ നടക്കുകയും അതോടൊപ്പം തന്നെ സിനിമാക്കാരനാകാൻ അല്ലെങ്കിൽ സിനിമയിലെ വ്യത്യസ്ത മേഖലകളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, എങ്ങനെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്, അതിനുവേണ്ടി എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശീലിക്കേണ്ടത് എന്നുള്ളതും നാം ഈ എപ്പിസോഡുകളിലൂടെ, ഈ ഭാഗങ്ങളിലൂടെ പറഞ്ഞു പോവുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിനു മുന്നുള്ള ഭാഗങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ സിനിമയിൽ എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനുള്ള മുന്നിലുള്ള ഭാഗങ്ങളിൽ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലോ. ഇനിയുള്ള എപ്പിസോഡുകളിലും സിനിമയിൽ ഓരോ രംഗത്തേക്കും പോകേണ്ടവർക്കുള്ള നിർദ്ദേശങ്ങൾ, പ്രായോഗിക രീതികൾ ഒക്കെയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ചരിത്ര വഴികളിലൂടെ നടന്നു വരുമ്പോൾ നമ്മൾ 1954 കുറേ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 53 54 ചരിത്രങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. നീലയുടെ അനുജത്തി, ബാല്യകാല സഖി, ഫിലിങ്കോയുടെ പുത്രധർമ്മം, ഉദയായുടെ അവൻ വരുന്നു, നാഗൂർ സിനി പ്രൊഡക്ഷൻസിൻ്റെ സന്നേഹി, ഈശ്വർ പ്രൊഡക്ഷൻസിൻ്റെ മനസാക്ഷി, അസോസിയേറ്റിൻ്റെ സ്നേഹസീമ, ഇതൊക്കെ 1954 ഉണ്ടായ ചലച്ചിത്രങ്ങളാണ്. ശ്രദ്ധേയമായത് എന്നാൽ ടി വാസുദേവൻ അസോസിയേറ്റഡ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നിർമ്മിച്ച സ്നേഹസീമയാണ്. ടി വാസുദേവൻ നിർമ്മിച്ച, അസോസിയേറ്റ് പ്രൊഡക്ഷൻ്റെ പേരിൽ നിർമ്മിച്ച സ്നേഹസീമയാണ് ഈ 1954 ശ്രദ്ധേയമായ സിനിമയായി മാറിയത്. അതിനുള്ളൊരു ഗാനം ഇന്നും താരാട്ട് ഗാനങ്ങളുടെ, ഹിറ്റ് താരാട്ട് ഗാനങ്ങളിൽ പ്രധാനപ്പെട്ടൊരു ഗാനമാണ്. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ പൊന്നെ പുന്നാര പൊന്നുമകനെ. ഇത് എക്കാലത്തെയും ഹിറ്റ് താരാട്ടുപാട്ടുകളിൽ, മലയാള ഹിറ്റ് താരാട്ടുപാട്ടുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ആ ഗാനം ശരിക്കും വന്നത് ഈ ചിത്രത്തിലൂടെയാണ്, അതായത് സ്നേഹസീമയിലൂടെയാണ് ആ ഗാനം വന്നത്. ആ ഗാനത്തിൻ്റെ രചയിതാവ് അഭയദേവും സംഗീതം ചെയ്തത് ദക്ഷിണാമൂർത്തിയുമാണ്. അഭയദേവിൻ്റെ ഈ രചന ദക്ഷിണാമൂർത്തി സംഗീതം ചെയ്തു. ഈ സിനിമയിൽ പ്രത്യേകിച്ചുണ്ടായത് യുദ്ധക്കെടുതി, ദുരന്തങ്ങൾ, ഇവയെല്ലാം തിരക്കഥയിൽ അനാവരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എസ് രാജൻ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ രചന പൊൻകുന്നം വർക്കിയുടേതായിരുന്നു. സത്യൻ, കൊട്ടാരക്കര, പത്മിനി, GK പിള്ള എന്നിവർ താരനിരയിൽ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ 1954 സിനിമാ ചരിത്രം പറയുമ്പോൾ സ്നേഹസീമയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെ ചരിത്രം നീങ്ങിയ അടുത്ത 54 കഴിഞ്ഞു. പിന്നീട് എന്താവുന്നതിനെക്കുറിച്ച് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയാം. നമ്മൾ എഴുത്തിൽ, രചനാ രീതിയിൽ എങ്ങനെയാണ് ഇൻ്റർകട്ട്, എങ്ങനെയാണ് ഹാഫ് ഓപ്പണിങ്, ഇതെല്ലാം മൊണ്ടാഷ് എന്താണ്, ഇതെല്ലാം നമ്മൾ പറയുകയുണ്ടായി. അതോടൊപ്പം മറ്റുള്ളവർ, പ്രത്യേകിച്ച് MD അല്ലെങ്കിൽ ഇന്നുള്ളവരോ എങ്ങനെയാണ് ഇതെല്ലാം തിരക്കഥയിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് എന്ന് തിരക്കഥയിലൂടെ യാത്ര ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം എന്നും പറഞ്ഞു. നമ്മൾ ഇതിനു മുമ്പ് വായിച്ചുകൊണ്ടിരുന്നത് MDയുടെ തന്നെ തിരക്കഥയായ നിർമാല്യത്തിൻ്റെതായിരുന്നു. നിർമാല്യത്തിൽ ഞാൻ 2-3 സീൻ വിട്ടിട്ടാണ് അടുത്ത സീനിലേക്ക് പോകുന്നത്. കാരണം മറ്റ് സീനുകൾ ആസ് യൂഷ്വൽ സീനാണ്, ആ സീൻ കടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട സീനിലാണ്. അതായത് 6ാമത്തെ സീനിൽ പറയുന്നു, വലിയ വീടാണെങ്കിൽ സാമ്പത്തിക പരാധീനത കൊണ്ട് ക്ഷയിച്ചതാണ് വാര്യം. കോലായിൽ 50-55 വയസ്സ് പ്രായം വരുന്നൊരു വാരസ്യാരുണ്ട്. വാരസ്യാരുടെ പ്രായം അടക്കം പറഞ്ഞു കഴിഞ്ഞെന്ന് മനസ്സിലാക്കണം. സാമ്പത്തിക പരാധീനത കൊണ്ട് ക്ഷയിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വീട് ചിത്രീകരിക്കേണ്ടത് എന്നുള്ളതിനൊരു ഇൻറ്റിമേഷനായി. വെളിച്ചപ്പാടിൻ്റെ കയ്യിലാണ് ചൂട്ട്, പിന്നിൽ മകൾ അമ്മണി, മുന്നിൽ വാരസ്യാർ. എന്താ മുറ്റത്ത് തന്നെ നിൽക്കണേ, അങ്ങോട്ട് കയറി എന്നുള്ളൂ അമ്മണി. വെളിച്ചപ്പാടാണ് അതിന് മറുപടി പറയുന്നത്. നേരായി പോട്ടെ. കത്തിപ്പിടർന്ന് ചൂട്ട് ഒന്ന് വീശിയ ശേഷം വെളിച്ചപ്പാട്, തമ്പുരാൻ്റെ അടുത്ത് വാര്യർ പറയല്ലേ നല്ലത്. വാര്യർ, പറയാൻ എനിക്ക് തീരെ മടിയുണ്ടായിട്ടല്ല, തീരെ നടന്നുവിടാ വെളിച്ചപ്പാടെ. 4 അടി വയ്ക്കുമ്പോൾ കിതയ്ക്കും. വല്യമ്പുരാൻ ആരെയും അയക്കാണ്ടിരിക്കില്ല. വാരസ്യാർ, അച്ഛനെക്കൊണ്ട് അച്ഛൻ എങ്ങനെയുണ്ട് വെളിച്ചപ്പാട്, അങ്ങനെ തന്നെ. വാരസ്യാർ, നടപ്പുദീനം കഴിഞ്ഞ് നടന്ന ഗുരുതിക്ക് ആ വലിയ വെളിച്ചപ്പാട് അവസാനം വെളിപ്പെട്ടത് എന്തൊരു ശൗര്യമായിരുന്നു, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. വാര്യർ, വെളിച്ചപ്പാട് നടന്നോളൂ, നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞവരെ
പൂജ മുട്ടാണ്ട് കഴിയണമെന്നേ ഉള്ളൂ. വെളിച്ചപ്പാട് അമ്മേ ഭഗവതി വാ അമ്മിണി, അമ്മിണിയും വെളിച്ചപ്പാടും ഇരുട്ടിലേക്ക് പുറത്തേക്ക്. ഇതിൽ നിന്നും ആ ദൈന്യത മുഴുവൻ നമുക്ക് വ്യക്തമാണ്. അവിടെ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ച് പറയുന്നു. വരസ്യർ അവിടെ വെളിച്ചപ്പാടിനോട് ചോദിക്കുവാണ്, എങ്ങനെയാണ് അച്ഛൻ, എങ്ങനെയുണ്ട് വെളിച്ചപ്പാട്? അപ്പോൾ നമുക്കറിയാം വെളിച്ചപ്പാടിൻ്റെ വീടിൻ്റെ അവസ്ഥ ഒറ്റ വാചകത്തിൽ നമുക്ക് മനസ്സിലായി കഴിയും. വല്ലാതെയാണ്, അച്ഛൻ വയ്യാതിരിക്കുന്നതാണ്. വെളിച്ചപ്പാടിനപ്പോൾ വയ്യാത്തൊരു അച്ഛനുണ്ടെന്ന് നമുക്ക് വ്യക്തമായി, അതൊരു പെൺകുട്ടിയുണ്ടെന്ന് വ്യക്തമായി. ഇതെല്ലാം നമ്മൾ ഇതിലൂടെ വ്യക്തമാക്കി തരുവാണ് തിരക്കഥാകൃത്ത്. ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് മുഴുവനും നമുക്ക് ഫലിപ്പിക്കാനായിട്ട് ദീർഘമായ വരികളൊന്നും വേണ്ടി വരില്ല, സംഭാഷണവും വേണ്ടി വരില്ല. തുടർന്ന് ഇരുട്ടുമൂടിയ ഇടവഴികളിലൂടെ അച്ഛനും പിന്നിൽ മകളുമായി ചൂട്ടും മിന്നിച്ച് നടന്നു പോകുന്നു. ഇതെല്ലാം രാത്രിയാണ് സംഭവിക്കുന്നത്. അടുത്ത യാത്രക്കിടയിൽ ഇവിടെയാണ് കട്ട് ടു സീൻ, അടുത്ത സീൻ എന്ന് പറയുന്നത്. കട്ട് ചെയ്തിട്ട് കയറുവാണ് വെളിച്ചപ്പാട്. വഴി തന്നെയാണ് സ്ഥലം, ലൊക്കേഷൻ മാറുന്നില്ല, സമയം മാറുന്നില്ല, ആളുകൾ മാറുന്നില്ല. പക്ഷേ ആ യാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ലോസ് വേണോ, മിഡിൽ വേണോ, ലോങ് വേണോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ കൂടി എങ്ങനെയാണ് അത് ചിത്രീകരിച്ചേക്കുന്നത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യാത്രക്കിടയിൽ വെളിച്ചപ്പാട്. ഇഴജാതികളുള്ള സ്ഥലമാണ്, സൂക്ഷിച്ച് നടന്നു. പിന്നെയും നടക്കുന്നു. വെളിച്ചപ്പാട് വിളക്കമ്മല ഉള്ളതാ, നേരം വൈകുന്ന അറിയില്ല. അപ്പുവിനെ അയച്ചാൽ മതിയായിരുന്നില്ലേ? അപ്പം അപ്പു എന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടിയുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി. അമ്മണി ഏട്ടനെ കണ്ടില്ല, അത് ഈ കുട്ടിയേക്കാൾ മൂത്തതാണ്. അപ്പോൾ അമ്മ എന്നോട് പോരാൻ പറഞ്ഞു. ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ വെളിച്ചപ്പാടിൻ്റെ മുഖത്ത് ചിന്ത നിഴലിക്കുന്നു. വെളിച്ചപ്പാട് ആരോടൊന്നില്ലാതെ രാവിലെ പോയാൽ ഈ രാത്രി ആവുന്നവരെ എവിടെയായി ചെക്കൻ ചുറ്റിത്തിരിയണത്? അപ്പോൾ വെളിച്ചപ്പാടിനൊരു മകനുണ്ട്, ഈ പെൺകുട്ടിയേക്കാൾ മുതിർന്നതാണ്, രാവിലെ ഇറങ്ങിപ്പോണ രക്ഷയാണ്, പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല. വെളിച്ചപ്പാടിൻ്റെ മകനെന്നും വളരെ വ്യക്തമായിട്ട് ഈ ആത്മകഥത്തിലൂടെ മനസ്സിലായി. തുടർച്ച, പിന്നീട് തുടർച്ച എന്ന് എഴുതിയ അതൊന്ന് കണ്ടിന്യൂ ടു, കട്ട് ടു എന്നൊക്കെ പറയുന്നതാണ്. അതാണ് ഇതിൽ പഠിക്കാറുള്ളത്. എങ്ങനെയാണ് ഇതേ സ്ഥലം ഇരുട്ടുകൂടിയ വഴിയിലൂടെ അച്ഛനും മകളും ചൂട്ടുമിന്നിച്ച് നടക്കുമ്പോൾ ആ വഴി നീങ്ങുന്നു. ആ മൂമെൻറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം വരുന്നു. അവിടെ നിന്നുകൊണ്ടല്ല, നടന്നുകൊണ്ടാണ്. വീണ്ടും നീങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴും നീങ്ങി കുറച്ച് മകളോട് മകനെ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു. അവിടെ ഇല്ല, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എവിടെ നടക്കലാണ്. അപ്പോൾ ആൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഈ തിരക്കഥയിലൂടെ. വെളിച്ചപ്പാട് തുടർച്ചയായിട്ട് വെളിച്ചപ്പാടും മകളും ആൽത്തറയുടെ സമീപം എത്തുന്നു. ആൽത്തറയിൽ അചേതനമെന്ന് തോന്നുന്ന എന്തോ ഒരു വസ്തു കിടപ്പുണ്ട്. അതിന് പെട്ടെന്ന് ജീവൻ വെച്ചതുപോലെ എഴുന്നേറ്റിരിക്കുന്നു. വികൃതമായ പക്ഷേ ദൈന്യം കലർന്ന ഒരു ചിരി. അമ്മിണി നടുങ്ങുന്നു. വെളിച്ചപ്പാട് പേടിക്കണ്ട, അത് പ്രാന്തൻ ഗോപാലനാണ്. കടന്നു പോകുന്ന ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ ഗോപാലിൻ്റെ മുഖം നോക്കൂ. അവിടെ ഡയറക്ടർക്കുള്ളതും അല്ലെങ്കിൽ ക്യാമറമാനുള്ളൊരു കൃത്യമായൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. കടന്നു പോകുന്ന ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ ഗോപാലിൻ്റെ മുഖം, എങ്ങനെയാണ് ആ ഗോപാലിൻ്റെ മുഖം കാണിക്കേണ്ടത് എന്ന് കൂടി വളരെ വ്യക്തമാക്കുന്നു ഇവിടെ തിരക്കഥാകൃത്ത്. അല്ലെങ്കിൽ ഗോപാലൻ കടന്നു പോകുന്നു എന്ന് മാത്രം എഴുതിയാൽ മതി. അതെങ്ങനെയായിരിക്കണം, ഏത് വെളിച്ചത്തിലായിരിക്കും കാണേണ്ടത്, ഏത് ഷാഡോ ആയിരിക്കണം, ഏത് ബ്രൈറ്റ്നസ് ഉണ്ടായിരിക്കണം, അത് വളരെ വ്യക്തമാക്കി കഴിയും. വെളിച്ചപ്പാട് പേടിക്കണ്ട, അത് ആ പ്രാന്തൻ ഗോപാലനാണ് എന്ന് പറയുമ്പോഴേക്കും ആ ഗ്രാമത്തിലുള്ള ഓരോ കഥാപാത്രങ്ങളും നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രാന്തൻ ഒരു ബീഡി തരുമോ? വെളിച്ചപ്പാട് ഇല്ലല്ലോ ഗോപാല. പ്രാന്തൻ ഒരു ബീഡി തരുമോ? വീണ്ടും പ്രാന്തൻ ചോദിക്കുക. വെളിച്ചപ്പാട് നിനക്ക് നിൻ്റെ ഉമ്മറത്ത് കിടന്നൂടെ കുട്ടിയെ? പ്രാന്തൻ അത് ശ്രദ്ധിക്കാതെ അവ്യക്തമായ എന്തോ പിറുവിറുക്കുന്നു. വെളിച്ചപ്പാട് നടക്കുമ്പോൾ പിന്നിൽ വരുന്ന മകളോട്, ചെറുപ്പത്തിൽ ആലിൻ്റെ ചോട്ടിൽ എന്തോ കൊണ്ട് പേടിച്ച അമ്മേ ഭഗവതി. ഒരു മിത്തുകളെയും വിശ്വാസങ്ങളെയും ഒക്കെ ചേർത്ത് വയ്ക്കുന്ന ഗ്രാമത്തെ നമുക്ക് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടുകയാണ് ഈ സീനുകളിൽ. അതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒന്നോ രണ്ടോ വരികളിലൂടെ വെളിച്ചപ്പാടിൻ്റെ കുടുംബത്തെക്കുറിച്ച് മനസ്സിലായി. കൂടെ വന്നിരിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയോട് പറയുന്നു, നിനക്ക് ചേട്ടനെ പറഞ്ഞു വിട്ടാൽ മതിയോ? ചേട്ടനുണ്ടെന്ന് വ്യക്തം. അപ്പുറത്ത് വാരസ്യാർ ചോദിക്കുമ്പോൾ അച്ഛന് സുഖമില്ല എന്ന് പറയുന്നു. അച്ഛൻ ആ പഴയ അവസ്ഥ തന്നെയാണെന്ന് പറയും. അപ്പോൾ വളരെ വൃദ്ധനായൊരു മനുഷ്യൻ സുഖമില്ലാതെ കിടപ്പുണ്ട് വീട്ടിൽ. മകനുണ്ട്, മകൻ തൊഴിലില്ലാത്തവനാണ്, മകളേക്കാൾ മുതിർന്നവരാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ആ ഗ്രാമത്തിൻ്റെ വിശ്വാസം, അവിടെ നിന്ന് ഈ പ്രാന്താവാനുള്ള കാരണം പറയുമ്പോൾ ആ ഗ്രാമത്തിന് ചില വിശ്വാസങ്ങളുണ്ട്, മാമൂകലുകളുണ്ട്, മിത്തുകളുണ്ട്. ഇതിലേക്കും കൂടി വെളിച്ചം വീശുന്നു. പ്ലസ് ഇയാളെ എങ്ങനെ കാണിക്കണം, ക്യാമറമാൻ അല്ലെങ്കിൽ ഡയറക്ടർ എങ്ങനെ കാണിക്കണം എന്നുകൂടി വ്യക്തമാവുന്നു. അപ്പോൾ കട്ട് ടു സീൻ, ഇങ്ങനെ തുടർച്ച എന്നും പറഞ്ഞുകൊണ്ടാണ് MDയുടെ തിരക്കഥയിൽ പോണത്. പക്ഷെ അത് കട്ട് ടു സീൻ, നമ്മൾ പറഞ്ഞ നേരത്തെ ഒരേ ആൾക്കാർ, ഒരേ സ്ഥലം,
അതേ ഒരേ സമയം ആ സമയത്താണ് നീങ്ങുന്നത് ഓരോ സീനുകളിലൂടെ. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. നമസ്കാരം.